കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി നൽകിയ നീന്തൽ പരിശീലനം പൂർത്തിയാക്കിയവർക്കായുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. കാഞ്ചിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് സർട്ടിഫിക്കറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകിയിരുന്നു. നീന്തൽ അറിയാൻ പാടില്ലാത്ത കാരണത്താൽ നിരവധി കുട്ടികൾ വിവിധതരം ജലാശയങ്ങളിൽ പല അപകടങ്ങളിലും പെടുന്ന വാർത്തകൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അത്തരം സംഭവങ്ങൾ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ള കാഴ്ചപ്പാടോടെയാണ് പഞ്ചായത്ത് ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. ജില്ലയിലെ മറ്റൊരു പഞ്ചായത്തിലും നടപ്പിലാക്കാത്ത ഈ പദ്ധതിക്ക് വലിയ സ്വീകാര്യതയായിരുന്നു ലഭിച്ചിരുന്നത്. പരിശീലനം കൃത്യമായി പൂർത്തിയാക്കിയ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളാണ് വിതരണം ചെയ്തത്. കാഞ്ചിയാർ വനിതാ സാംസ്കാരിക നിരത്തിൽ വെച്ച് ചേർന്ന യോഗം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനൊരു പദ്ധതി ഇവിടെ പറഞ്ഞു, ഇടുക്കി ജില്ലയിൽ ആദ്യമായിട്ടാണ് ഒരു പഞ്ചായത്ത് കുട്ടികൾക്ക് നീന്തൽ പരിശീലനം എന്ന പ്രോജക്റ്റ് കൊണ്ടുവരുന്നത്. അത് തുടർച്ചയായിട്ട് ഈ അവധിക്കാലങ്ങളിൽ ബന്ധുവീടുകളിൽ ചെല്ലുന്ന കുട്ടികൾ, അതുപോലെ തന്നെ പടുതാക്കുഴിയിൽ അല്ലെങ്കിൽ ജലാശയങ്ങളിലൊക്കെ മരിച്ചു പോകുന്ന വാർത്ത നമ്മൾ നിരന്തരമായി വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് സയൻസ് സ്കൂളിലെ ഒരു പരിപാടിക്ക് എന്നപ്പോൾ അവിടുത്തെ മാനേജർ അച്ഛനോട് ഞങ്ങൾ സൂചിപ്പിച്ചു, ഇങ്ങനെ ഒരു പദ്ധതി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അത് അനുവദിച്ച് ജില്ലാ DPCയിൽ നിന്ന് അനുവദിച്ച് കിട്ടുകയാണെങ്കിൽ അതിനൊരു അവസരം നമുക്ക് അവിടെ തരണമെന്ന് അച്ഛനോട് പറഞ്ഞു. അച്ഛന് വളരെ സന്തോഷം തോന്നി. കാരണം നമ്മുടെ നാട്ടിലുള്ള എല്ലാ കുട്ടികൾക്കും ഇത് കൊടുക്കുന്ന ഒരു പദ്ധതി ആയതുകൊണ്ട് അച്ഛൻ പറഞ്ഞു, നമുക്ക് തീർച്ചയായിട്ടും ആ കുളം നമുക്ക് വിട്ടുതരാമെന്ന് പറഞ്ഞു. പരിശീലനമുണ്ട് അവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ അധ്യക്ഷയായിരുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണി സുരേന്ദ്രൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മധുക്കൂട്ടൻ എന്നിവർ സംസാരിച്ചു. നിർവഹണ ഉദ്യോഗസ്ഥ ഗിരിജാകുമാരി പരിപാടികൾക്ക് നേതൃത്വം നൽകി. അടുത്ത വർഷവും ഈ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.